ചരിത്രത്തിന് ഒരു റിവേഴ്സ് ഗിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? 100 കഴിഞ്ഞ് വരുന്നത് 99 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്നുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ ആ ടൈം ലൈൻ മാജിക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാൻവയുടെ പുതിയ എക്സ്പ്ലെയിൻ വൈ സീരീസിലെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചരിത്രം എന്ന മഹാസാഗരത്തെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ചരിത്രകാരന്മാർ ഇതിനെ 2 ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിലെ ഒരു സന്യാസിയാണ് ഈ ടൈം ലൈൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അതായത് BC, ബിഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപുള്ള കാലഘട്ടമാണിത്. ഒരു ഗണിതശാസ്ത്ര ടൈം ലൈനിൽ 0-ന് ഇടതുവശത്തുള്ള നെഗറ്റീവ് സംഖ്യകൾ പോലെയാണ് BC വർഷങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് കാലം മുന്നോട്ട് പോകുന്തോറും വർഷങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. BC 100-ാം വർഷം കഴിഞ്ഞാൽ വരുന്നത് BC 99-ാം വർഷമായിരിക്കും. ഇനി മറ്റൊന്ന് AD, അന്നോ ഡൊമിനി എന്ന് പറയും. ഇതൊരു ലാറ്റിൻ പദമാണ്. പലരും കരുതുന്നത് പോലെ ഇത് ആഫ്റ്റർ ഡെത്ത് എന്നല്ല അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനം മുതൽ ഇന്നത്തെ നിമിഷം വരെയുള്ള കാലത്തെയാണ് നമ്മൾ AD എന്ന് രേഖപ്പെടുത്തുന്നത്. ഇവിടെ വർഷങ്ങൾ 1-ൽ തുടങ്ങി ക്രമമായി മുന്നോട്ട് വർദ്ധിക്കുന്നു. ദ യൂണിവേഴ്സൽ ടെർമിനോളജി. ഇന്ന് ആഗോളതലത്തിൽ കൂടുതൽ ശാസ്ത്രീയവും മതേതരവുമായ രീതിയിൽ ഈ പദങ്ങളെ മാറ്റി ഉപയോഗിക്കാറുണ്ട്. BC എന്നതിന് പകരം BCE അഥവാ ബിഫോർ കോമൺ ഇറ എന്നും AD എന്നതിന് പകരം CE അഥവാ കോമൺ ഇറ എന്നുമാണ് ആധുനിക പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ കാണാറുള്ളത്. ഇനി നിങ്ങൾക്ക് ചിന്തിച്ച് ആലോചിച്ച് കമന്റിൽ ഉത്തരം പറയാനുള്ള അവസരം തരാം. ചോദ്യം ഇതാണ്: BC 1-ാം വർഷത്തിനും AD 1-ാം വർഷത്തിനും ഇടയിൽ ഒരു വർഷം 0, അതായത് ഇയർ 0 എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കിട്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് പെട്ടെന്ന് കമന്റിൽ അറിയിച്ചോളൂ. അറിവിന്റെ ലോകത്ത് ഇതുപോലെയുള്ള കൗതുകരമായിട്ടുള്ള സംഗതികൾ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എക്സാൻവൈ ലേണിംഗിന്റെ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എക്സ്പ്ലെയിൻ വൈയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.